ഘോഷയാത്ര എത്താൻ ഇവിടേക്ക് എത്താൻ ഒരു മാക്സിമം ഒരു 50 മിനിറ്റ് അല്ലേ, ഒരു 6:15 ആകുമ്പോഴത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് നിയോഗിച്ച ആൾക്കാർ ഇപ്പോൾ മരക്കൂടത്തെ ശരകുത്തിയിലേക്ക് പോയിട്ടുണ്ട്. ശരകുത്തിയിൽ നിന്ന് അവർ ആണ് സ്വീകരിച്ച് തിരുവാഭരണ ഘോഷയാത്രയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 3 ദിവസമായി യാത്ര ആരംഭിച്ച് പന്തളത്ത് വലിയോൽക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയാണ്. 3 ദിവസമായി ഇങ്ങനെ തുള്ളി ഉറഞ്ഞാടി പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി 11 സ്ഥലത്ത് തിരുവാഭരണം തുറന്ന് അവിടെയുള്ള ഭക്തന്മാർക്ക് ദർശിക്കാനുള്ള അവസരം നൽകിയ ശേഷം അയ്യപ്പന്റെ പൊന്ന് തിരുവാഭരണവുമായി കടന്നു വരികയാണ് അവർ. ഏതായാലും ഇപ്പോൾ ക്ഷേത്ര നടയിൽ നിന്ന് അനുമതി ലഭിച്ച ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരും. അതിനുള്ള ഒരുക്കങ്ങൾ അകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇനി പ്രേക്ഷകർക്കറിയാം, ശബരിമല സന്നിധാനത്ത് ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ലഭിക്കേണ്ട അനുവൃജനീയമായ ആനന്ദലബ്ധിയാണ്. ഓരോ കാഴ്ചകളും ആനന്ദമാണ്, ഓരോ കാഴ്ചകളും അയ്യപ്പ സാന്നിധ്യമാണ്, ഓരോ കാഴ്ചകളും അയ്യപ്പ ചൈതന്യമാണ്. മാനത്ത് ഉത്രം നക്ഷത്രം ഉദിക്കാനുണ്ട്. അതിനൊപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആകാശത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കാനുണ്ട്. ആ ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണപ്പരുന്തിന്റെ ഗരുഡവാഹനത്തിൽ വന്ന അനുഗ്രഹം ചൊരിഞ്ഞു പോകുന്നു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ശബരിമല സന്നിധാനത്ത് ഇനിയുള്ള നിമിഷങ്ങൾ കോരിത്തെരിപ്പുണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. കാരണം തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നതിന് മുൻപ് ഉത്രം നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് ഈ മാമലയുടെ എല്ലാ കുന്നുകളിലും മകരജ്യോതി കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം ആദ്യം ആകാശത്തേക്കാണ് നോക്കുന്നത്. അവിടെയാണ് ജ്യോതി തെളിയുന്നത്, അവിടെയാണ് ഉത്രം നക്ഷത്രം ഉദിക്കുന്നത്, അവിടെയാണ് താരകബ്രഹ്മം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ കാഴ്ച കാണുന്ന ഉടനെ ശബരിമല സന്നിധാനമാകെ, ഈ കാനനം ആകെ ഒരുമിച്ച് ശരണം വിളിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആകാശത്തേക്കാണ്. ആ സമയത്താണ് തിരുവാഭരണ ഘോഷയാത്രയുടെ കടന്നുവരവ്. ആ സമയത്ത് ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും. വീണ്ടും മാനത്തേക്ക് നോക്കി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഈ അയ്യപ്പന്മാർ മുഴുവൻ ഒറ്റ കണ്ഠമായി വിളിക്കും. അതിനുശേഷം ദീപാരാധന. ആ ദീപാരാധന സമയത്ത് നിശബ്ദതയാണ്. ആ നിശബ്ദതയ്ക്ക് ശേഷം പിന്നീട് എല്ലാവരും 2 കൈയും തലയ്ക്ക് മുകളിൽ കൂപ്പി ഒറ്റ നോട്ടമാണ് പൊന്നമ്പലമേട്ടിലേക്ക്. ആ പൊന്നമ്പലമേട്ടിൽ ആ ശ്രീശങ്കരന്റെ 3-ാം കണ്ണ്, തൃക്കണ്ണ് തുറക്കുന്നത് പോലെ 3 തവണ ആ ദീപം ജ്വലിക്കുന്ന സമയത്താണ്, ആദ്യത്തെ ദീപം ജ്വലിക്കുമ്പോഴാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ഈ 18 മലകളെയും എടുത്തുയർത്തുന്ന ആ പ്രണവ മന്ത്രധ്വനിയായി ആ ശരണമന്ത്രം മുഴങ്ങുന്നത്. ആ തിരുവാഭരണ ഘോഷയാത്ര മുകളിലേക്ക് വരുന്ന സമയത്ത്, ഈ ശ്രീകോവിലുള്ളിലേക്ക് വരുന്ന സമയത്ത് വിളിക്കുന്ന ഒരു മന്ത്രമുണ്ട്. പൊന്നുപതിനെട്ടാം പടിക്ക് മുകളിൽ വാണരുളുന്ന ശ്രീ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന മന്ത്രത്തോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏതാണ്ട് ഒരു 10-15 മിനിറ്റാണ്. ആ ശ്രീകോവിലിനുള്ളിൽ തിരുവാഭരണം ചാർത്തിക്കാൻ വേണ്ടിയുള്ള സമയം. തന്ത്രിയും മേൽശാന്തിയും ഉപശാന്തിമാരും ചേർന്ന് ശ്രീകോവിലിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ആ തിരുവാഭരണ ആഭരണങ്ങളടക്കമുള്ളവ ചാർത്തി അയ്യപ്പനെ മറ്റൊരു രൂപത്തിലേക്ക്, യോദ്ധാവിന്റെ രൂപത്തിൽ, യോഗിയിൽ നിന്ന് യോദ്ധാവിന്റെ രൂപത്തിലേക്ക് മാറ്റുന്ന ആ സമയം എന്ന് പറയുന്നത് ഓരോ ഭക്തരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പതുക്കെ വിളിക്കുകയാണെങ്കിൽ അവസാനം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറച്ചു വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പുണ്യപൂങ്കാവനം മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി നിമിഷങ്ങളാണ്, ഓരോ നിമിഷങ്ങളും എണ്ണി കാത്തിരിക്കുകയാണ്. ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഓരോ ഭക്തന്മാർക്കും അറിയില്ല. അവർക്കറിയാം 6:45, 6:50 കൂടി മാത്രമായിരിക്കും ആ പൊന്നമ്പലമേട്ടിൽ തിരുവാഭരണ ആ ദിവ്യ ജ്യോതിസ്, ആ മകരവിളക്ക് കാണാൻ സാധിക്കുക എന്ന് ഓരോ ഭക്തന്മാർക്കും അറിയാം. പക്ഷേ അവരെല്ലാവരുടെയും കണ്ണുകൾ ആ പൊന്നമ്പലമേട്ടിലേക്കാണ്. ആ തെളിയുന്ന 3 തവണ പിന്നി പറയുന്ന ആ ദിവ്യ ജ്യോതിസ് കാണാൻ വേണ്ടിയാണ്. അതിനുശേഷം തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ ദർശനത്തിന് വേണ്ടിയാണ് ഓരോ ഭക്തന്മാരും കാത്തിരിക്കുന്നത്. ഇവിടെ വന്ന് അയ്യപ്പനെ കാണാൻ സാധിക്കുന്നവർ, അങ്ങനെ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ മാതൃഭൂമി അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാൻ അവരൊക്കെ തന്നെ പലപ്പോഴും മകരവിളക്ക് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പല ആൾക്കാരും വിളിക്കാറുണ്ട്. ആ അയ്യപ്പന്റെ ആ തിരു രൂപം കണ്ട്, അല്ലെങ്കിൽ ആ ദീപം കണ്ട് മനസ്സ് കുളിർത്തുപോയി, ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് പറയുന്ന അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഗുരുസ്വാമിമാരുണ്ട്. അവരുടെയൊക്കെ തന്നെയുള്ള ഒരു അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും നമ്മളൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഈ കന്യാകുമാരി മുതൽ ഗുജറാത്തിന്റെ പാദം വരെ നീളുന്ന സഹ്യാദ്രി ഉണ്ടല്ലോ, ആ സഹ്യാദ്രിയിൽ അനേകം ദേവസ്ഥാനങ്ങളുണ്ട്, അനേകം ഊർജ്ജ സ്ഥലങ്ങളുണ്ട്, അനേകം പുണ്യക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ വെച്ച് പുണ്യം നിറഞ്ഞതാണ് ശബരിമല സന്നിധാനം. ശബരിമല മാത്രമല്ല, ഈ 18 മലകളിലും വിളയാടുന്ന ഈ ഒരു കാനന മേഖല, ആ കാനന മേഖലയിൽ അങ്ങ് കാന്തമലയായാലും പൊന്നമ്പലമേടായാലും ഇങ്ങ് ശബരിമലയായാലും ഇതെല്ലാം എത്രയോ പുരാതന കാലം മുതൽ തന്നെ ആധ്യാത്മിക കേന്ദ്രങ്ങളായിരുന്നു. എത്രയെത്ര ഋഷീശ്വരന്മാർ ഇവിടെ തപസ് ചെയ്തിരുന്നു. ഭഗവാന്റെ ജനനമുണ്ടായി എന്ന് കരുതുന്ന കാന്തമല, ഇപ്പോഴത്തെ നമ്മൾ പൊന്നമ്പലമേടെന്ന് വിളിക്കുന്ന പുണ്യമല, അവിടെ മാതംഗ മഹർഷി തപസ് ചെയ്തതാണ്. ഇങ്ങ്
അങ്ങ് ഈ ശബരിമലയിൽ ഭഗവാൻ വസിക്കുന്ന ഈ ശബരിമലയിൽ ഇവിടെയാണ് ശബരിയാശ്രമം സ്ഥിതി ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റ മണ്ണാണ്. ഇവിടെ വെച്ചാണ് ശബരിക്ക് മോക്ഷം കെടുത്ത ശബരിക്ക് മോക്ഷം നൽകിയത്. ശബരി കാട്ടുകനികളുമായി ഈ ഭഗവാൻ വരുന്നത്, ശ്രീരാമ ഭഗവാൻ ഈ മലയിലേക്ക് വരുന്നതും കാത്ത് അദ്ദേഹം ലങ്കയിലേക്ക് പോകുന്ന ആ യാത്രയിൽ ഇവിടെ വരുമെന്ന് ദീർഘദർശിയായ അല്ലെങ്കിൽ ആ ഋഷി തുല്യായ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടി കാട്ടുപഴങ്ങൾ എല്ലാ ദിവസവും ശേഖരിച്ചു വെക്കുമായിരുന്നു. അതിൽ കടിച്ചു നോക്കി ഏറ്റവും രുചിയുള്ള പഴം മാറ്റിവെക്കുമായിരുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാമ ഭഗവാനെ കൈമാറാൻ വേണ്ടി. അതും പതിറ്റാണ്ടുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ശ്രീരാമ ഭഗവാൻ ഇവിടേക്ക് വരികയും ശബരിമലയിൽ വെച്ച് ശബരിയുടെ ആ പ്രസാദം സ്വീകരിച്ച് അത് ഭുജിക്കുകയും അപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ടു, എന്ത് അങ്ങ് ജ്യേഷ്ഠ അങ്ങ് കടിച്ച് എച്ചിലാക്കിയ പഴമാണോ കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഭക്തി കൊണ്ട് നൽകുന്നതാണ്, ഇതിനപ്പുറം എന്ത് പ്രസാദമാണുള്ളത് നൽകണമെന്നുള്ള ഒരു ഭക്തിയുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ കടിച്ചു നോക്കിയത്. അത് ഏറ്റവും നല്ലതായതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് ശ്രീരാമൻ പറയുന്നതായി നമുക്ക് രാമായണത്തിൽ ആ കൂടിക്കാഴ്ച നടന്ന ശബരിയെയും ശ്രീരാമ ഭഗവാന്റെയും കൂടിക്കാഴ്ച നടന്ന ശബരിമല, അതിനൊപ്പം തന്നെ ശബരിമലയിൽ ആണ് ശബരിക്ക് മോക്ഷം പ്രാപിച്ചത്. അങ്ങനെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ശബരിമലയിലാണ് പിന്നീട് ധർമ്മശാസ്ത്ര ക്ഷേത്രം ആവിർഭവിക്കുന്നത്. പരശുരാമൻ വന്നാണ്. പരശുരാമൻ കേരള സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ദേശം കേരളം എന്ന് പറയുമ്പോൾ എവിടെ അങ്ങ് കന്യാകുമാരി മുതൽ ഗോകർണം വരെ നീളുന്ന ഭൂപ്രദേശത്തെയാണ്, അല്ലാതെ ഇപ്പോഴത്തെ മലയാളം മാത്രം സംസാരിക്കുന്ന കേരളത്തെ അല്ല പരശുരാമൻ സംരക്ഷിക്കാൻ വേണ്ടി. പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു 4 ക്ഷേത്രങ്ങളുണ്ട്. കുളത്തൂപ്പുഴയിലെ ബാലകൻ, ആര്യങ്കാവിൽ ഉള്ള അയ്യപ്പൻ, അതുപോലെ തന്നെ അച്ചൻകോവിൽ. പിന്നീടുള്ളത് കാന്തമലയാണ്. കാന്തമലയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷേത്രം ഇന്ന് കാന്തമലയിൽ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യായിരുന്നു. പക്ഷേ അതെല്ലാം പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയതാണ്. സഹ്യന്റെ മടിത്തട്ടിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. ഇപ്പോൾ അച്ചൻകോവിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ 18 പടികളുണ്ട്. ഈ ശബരിമലയ്ക്ക് സമാനമായ രീതിയിൽ കൽപ്പടവുകളാണെങ്കിൽ പോലും 18 പടികൾ കടന്നു വേണം നമുക്ക് അവിടുത്തെ അയ്യപ്പനെ കാണാൻ. കുളത്തൂപ്പുഴയിലേക്ക് പോയാൽ നമുക്ക് ബാലകനെ കാണാൻ സാധിക്കും, ബാലകനായിട്ടുള്ള അയ്യപ്പനെ കാണാൻ സാധിക്കും. ശബരിമല ദർശനം, അതായത് മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം, പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളെല്ലാം ദർശനം നടത്തിയ ശേഷമാണ് നമ്മൾ ഈ പൊന്നയ്യപ്പന്റെ ഈ പുണ്യപൂങ്കാവനത്തിലേക്ക്, ഈ പൊന്നമ്പലത്തിലേക്ക് കടന്നു വരുന്നത്. ആ പൊന്നമ്പലത്തിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഒരു അച്ഛൻ മകന് കൊടുത്തു വിടുന്ന ആ ആടയാഭരണങ്ങളാണ്. അച്ഛന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഏത് കാലത്തും പന്തളത്ത് രാജാവിന് യോദ്ധാവായി കാണാനാണ്, അയ്യപ്പനെ ഈ സ്വാമിയെ യോദ്ധാവായി കാണാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ താൻ ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ നിയോഗം പൂർത്തിയായി. ഇനി തനിക്ക് ധർമ്മശാസ്താവിൽ വിജയം പ്രാപിക്കുക എന്നുള്ള ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭഗവാൻ നൽകുന്ന പാഠം. കാരണം ഭഗവാൻ വളരെ ചെറുപ്പത്തിൽ പന്തളം രാജകുമാരനായി വന്ന് അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടത് ഈ കാനന മേഖല രക്ഷിക്കുക എന്നുള്ളതായിരുന്നു, ധർമ്മശാസ്താവിനെ കാത്തുകൊള്ളുക എന്നുള്ളതായിരുന്നു. ആ വീരയോദ്ധാവിന്റെ ജന്മ ഉദ്ദേശം സഫലമായതിനു ശേഷം ആ യോദ്ധാവ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി താപസ്ഥനാണെന്ന്. ഈ കാനന ക്ഷേത്രത്തിൽ ഒരു താപസ്ഥനായി ഞാൻ കഴിഞ്ഞുകൂടാമെന്ന്. ആദ്യമായി പള്ളിക്കെട്ടും കെട്ടി ഈ ധർമ്മശാസ്ത്ര സന്നിധിയിലേക്ക് വന്ന ആദ്യത്തെ അയ്യപ്പനാണ് അയ്യപ്പൻ. ആ അയ്യപ്പസ്വാമിയെ കാണാനാണ് പിന്നുള്ളവരെല്ലാം അതേ പള്ളിക്കെട്ടും കെട്ടി ആ അയ്യപ്പസ്വാമിക്കുള്ള നിവേദ്യവുമായി ഇവിടേക്ക് കടന്നു വന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ്, അത് നീയാകുന്നു എന്ന തത്വം കൂടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം കൂടിയാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, എന്താണോ യോഗ വിദ്യയിലൂടെ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് ഏതൊക്കെ മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ശബരിമലയിൽ അത് നടക്കുന്നത്. അതായത് നമ്മൾ ജീവാത്മാവിനെ ഒരു നെയ്ത്തേങ്ങയിൽ, നെയ്യ് എന്ന ജീവാത്മാവെന്ന പ്രതീകമായ നെയ്യ് ഒരു നെയ്ത്തേങ്ങയിൽ അടക്കി അത് ശരീരമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ അർപ്പിക്കാൻ വേണ്ടി അത് കൊണ്ടുവരുന്നു. ഇവിടെ വന്ന് 18 പടികളും കയറി വന്ന് ഭഗവാനെ പടികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് 18 പടികളുണ്ട്. 18 പടികൾ 18 ദേവസങ്കല്പമാണ്. അതായത് കാളകെട്ടി, എരുമേലിക്ക് സമീപത്തുള്ള കാളകെട്ടിയിൽ നിന്ന് തുടങ്ങുകയാണ് 18 മലകൾ എന്ന് പറയുന്ന. ആ 18 മലകളിലെ ദൈവങ്ങൾ ഇവിടെ ഓരോ പടിയിലും ഉണ്ട് എന്നുള്ളതാണ്. ആ ദൈവങ്ങളെ ഇവിടെ ഉപാസിച്ചു അല്ലെങ്കിൽ അവരെ ആവാഹിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാളകെട്ടിയിൽ തുടങ്ങിയാൽ അവിടെ ഭൂമിദേവിയാണ്. പിന്നീട് ഇഞ്ചപ്പാറക്കോട്ടയിൽ അഘോരൻ എന്ന് പറയുന്ന ദൈവസങ്കല്പമാണ്. പിന്നീട് പുതുശ്ശേരി മലയാണ്, പ്രത്യുങ്കരൻ എന്ന് പറയുന്ന ദേവസങ്കല്പമാണ്. കരിമലയാണ് ഏറ്റവും വലിയ മലയെന്നാണ് പറയുന്നത്. ഭഗവാൻ മോക്ഷം നൽകിയ മഹിഷി. അതെ, മഹിഷിയാണ് അവിടെ ഉള്ളത്. നീലിമല, നമ്മൾ വരുന്ന ചവിട്ടി കയറി വരുന്ന നീലിമല ടോപ്പ്, നീലിമല ബോട്ടവും ടോപ്പും കയറി കിടന്ന് വരുന്ന നീലിമലയിൽ സ്വപ്നരാഹിണിയാണുള്ളത്. പൊന്നമ്പലമേട് എന്ന് പറയുന്ന നമ്മുടെ ഈ മകരവിളക്ക് തെളിയിക്കുന്ന സ്ഥലം, അവിടെ രേണുക എന്ന് പറയുന്ന ദേവസങ്കല്പമാണ്. ചിറ്റമ്പലമേടിൽ പുലന്തനിയാണ്. മയിലാടുമേടിൽ കർണവിശാചിനിയാണ്. തലപ്പാറയിൽ നാഗദൈവങ്ങളാണ്. ഏറ്റവും കൂടുതൽ നാഗദൈവങ്ങളുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ പിതാവും മാതാവും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. നിലയ്ക്കൽ മഹാദേവനുണ്ട്. നിലയ്ക്കൽ മഹാദേവന്റെ തൊട്ടടുത്ത് തന്നെ മോഹിനി രൂപത്തിൽ ദേവി കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ ആ 2 ക്ഷേത്രങ്ങൾ, അവിടെ മോഹിനി ദേവി ഇരിക്കുന്നത് ഒരല്പം പടിഞ്ഞാറോട്ട് പിണങ്ങിയാണ്. മഹാദേവൻ ശബരിമലയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഭഗവാൻ ഈ രണ്ടുപേരും മോഹിനി
സുതനാണ്. ശിവൻ മോഹിനിയിലുണ്ടായതാണ് അയ്യപ്പ ഭഗവാൻ മണികണ്ഠൻ എന്നുള്ള കഥയുണ്ട്. അപ്പോൾ ആ കഥ സമയത്ത് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ അവർ പമ്പയുടെ തീരത്ത് ആ കുഞ്ഞിനെ വെച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അമ്മയാണ് മോഹിനി. ആ അമ്മയ്ക്കറിയാം വിഷ്ണുവാണ് മോഹിനി. ഭഗവാന് അറിയാം എന്താണ് അവതാരോദ്ദേശമെന്നൊക്കെ. എന്നിട്ടും അമ്മയ്ക്ക് മാതൃദുഃഖം, മകനെ ആ അവതാരോദ്ദേശമൊക്കെ അറിഞ്ഞാലും മാതൃദുഃഖത്തിന് അപ്പുറമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ആ മോഹിനിദേവി അവിടെ പിണങ്ങിയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് വന്ന ദേവർമലയാണ്. പിന്നീട് അങ്ങോട്ട് സഹോദരനുമായിട്ടുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്നതാണ് ഹിഡംബൻ. ഹിഡംബൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ അല്ലെങ്കിൽ വളരിമുരുകന്റെ ഏറ്റവും വലിയ ഒരു സംരക്ഷകനാണെന്ന് പറയുന്നത്. ഹിഡംബനാണ് അവിടുത്തെ ദേവർമലയിലെ. ശ്രീപാദമലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറുപ്പസ്വാമിയാണ്. കറുപ്പൻതുള്ളൽ ഈ പഴനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കറുപ്പൻതുള്ളൽ എന്ന് പറയുക. ആ കറുപ്പൻതുള്ളൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കറുപ്പസ്വാമി താഴെയുണ്ട്. അതുപോലെ തന്നെ കൽക്കിമല, അവിടെയാണ് സുബ്രഹ്മണ്യനുള്ളത്, പഴനി ആണ്ടവനുള്ളത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാതംഗമലയാണ്, ഭൈരവിയാണ് അവിടുത്തെ സങ്കല്പം, സുന്ദരമലയാണ്, കാർത്തവീരനാണ്. അതുപോലെ നാഗമലയിലേക്ക് വന്നാൽ കരിങ്കാളിയാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ദേവീ സങ്കല്പത്തിന്റെ മാളികപ്പുറത്തമ്മ അതേ ഭദ്രകാളി, അതേ രൗദ്രരൂപ, അല്ലെങ്കിൽ ഇവിടെ മാളികപ്പുറത്തമ്മ മാതൃഭാവത്തിലാണ് ഇരിക്കുന്നത്. അയ്യപ്പനെ കണ്ടുവരുന്നവർക്ക് അമ്മയെന്ന് ഒറ്റ വിളിച്ചാൽ മതി. എല്ലാ കാരുണ്യവും നൽകുന്ന അമ്മയായിട്ടാണ് മാളികപ്പുറത്താണ് അമ്മ കുടികൊള്ളുന്നത്. അപ്പോൾ ആ മാളികപ്പുറത്തമ്മയും കണ്ട് താഴെ വാവരസ്വാമിയും കണ്ടിട്ടാണ് ശബരിമലയിൽ നിന്ന് പോകുന്നത്. അവിടെ പക്ഷേ രൗദ്രരൂപത്തിലുള്ള ഭദ്രകാളിയാണ്. പിന്നീട് വന്നാൽ ഗൗണ്ടമലയാണ്. ഗൗണ്ടമലയിൽ മഹാകാളിയാണ്. ഏത് കാര്യത്തെയും പെട്ടെന്ന് കോപത്തോടു കൂടി കാണുന്ന മഹാകാളിയാണ്. 18ാമത്തെ മലയാണ് ശബരിമല. അവിടെ അധിവസിക്കുന്നത് നമ്മുടെ പൊന്നയ്യനാണ്, പൊന്നയ്യപ്പനാണ്. ആ അയ്യപ്പൻ അധിവസിക്കുന്ന 18 മലകൾക്ക് അധിപനായിട്ട് ഇരിക്കുന്ന പൊന്നയ്യപ്പൻ അധിവസിക്കുന്ന ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു.